ലളിതാസ് കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാരച്ചെമ്മീൻ ഉപയോഗിച്ചുള്ള നല്ലൊരു വിഭവമാണ്. നമ്മുടെ ചാനലിൽ കായൽ വിഭവങ്ങൾ കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പികളെല്ലാം കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി 1/2 കിലോഗ്രാം കാരച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കിത് തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇത് നല്ല കട്ടിയുള്ള തോടും അതിൻ്റെ ചെറിയ കാലുകളൊക്കെ ഉണ്ട്. ഏകദേശം നല്ല വലിപ്പമുള്ള കാരച്ചെമ്മീനാണ്. ആദ്യം തന്നെ ഇതിൻ്റെ തലഭാഗത്തുള്ള തോട് പൊളിച്ചെടുക്കാം. ബാക്കിയുള്ള ഭാഗത്തെ തോടെല്ലാം ഇതേപോലെ നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതിനൊരു കാലുകളുണ്ട് കുറച്ച്, അത് കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിക്കളയാം. അതേപോലെ തലഭാഗത്തുള്ള മുള്ളും വെട്ടിക്കളയാം. അപ്പം ക്ലീനായി വന്നിട്ടുണ്ട് ചെമ്മീൻ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ചെമ്മീനും ക്ലീനാക്കി എടുക്കാം. എല്ലാ ചെമ്മീനും നന്നായിട്ട് തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് ചെമ്മീനിലോട്ട് നന്നായി പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഈർക്കിലിൽ കോർത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് പച്ച ഈർക്കിൽ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓരോ ചെമ്മീനിലും ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ എല്ലാ ചെമ്മീനും ഈർക്കിൽ കോർത്തെടുത്തിട്ടുണ്ട്. കാരച്ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഓരോ ചെമ്മീനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാലയും ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനിലോട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. കാരച്ചെമ്മീനൊക്കെ മുരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കാരച്ചെമ്മീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.